ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിന്റെ പേരില് അനിയ സാറിന് ഒന്നും സംഭവിക്കരുതമ്മേ. പിന്നെ ഇതിന്റെ കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും പുറത്തെടുക്കാൻ പറ്റില്ല. ഒരു ചോദ്യം പറച്ചിലും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നയാളാ അനിയ സാറ്. അനിയ സാർ എനിക്ക് തരുന്ന സ്ഥാനം, പരിഗണന, അതിനൊന്നും കണക്കില്ല. എന്റെ ആരാ മനുഷ്യൻ? ഇതുവഴി വെറുതെ പോയതൊന്നുമല്ല. നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് കണ്ടിട്ട് അസൂയെ. അസൂയപ്പെടട്ടെ. നമ്മുടെ സ്നേഹം കണ്ടിട്ട് ഒരുപാട് പേര് അസൂയപ്പെടണം. അത് നല്ലതല്ലേ? ഇങ്ങനെ മനസ്സുറന്ന് സംസാരിച്ചാൽ നമുക്ക് എല്ലാത്തിനോടും ക്ഷമിക്കാൻ പറ്റും, എല്ലാത്തിനോടും പൊരുത്തപ്പെടാനും പറ്റും. ഞാൻ പൊരുത്തപ്പെട്ടല്ലോ, പിന്നെന്താ? എന്നാ എനിക്കിപ്പോ ഒന്ന് പുറത്തു പോണം. ഓ, വല്ല സർപ്രൈസ് ഗിഫ്റ്റ് ഒപ്പിക്കാനാണെങ്കിൽ വേണ്ടട്ടോ, ഇവിടെ ഇരുന്നാ മതി. അല്ലടോ, ഒരാള് അത്യാവശ്യമായിട്ടൊന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാണിക്കുഞ്ഞുണ്ട്. അയാളൊരു ഗവൺമെന്റ് ഓഫീസറാ. നേരെ ഓഫീസിൽ ചെന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല. കുറച്ച് വളഞ്ഞ വഴിയാ. ജസ്റ്റ് 1 hour. വിഷമമുണ്ടോ? ഇല്ല, ഒരു വിഷമമില്ല. നവീന് പോവാനുള്ളിടത്തൊക്കെ നവീൻ പൊക്കോ. കാത്തിരിപ്പും ഒരു സുഖമുള്ള കാര്യമല്ലേ? അങ്ങനെ പറ. ഇപ്പൊ എനിക്ക് എന്റെ ഗാഥയോട് തോന്നുന്ന ഇഷ്ടം എത്രയാണെന്നറിയോ? എത്രയാ? അത് ഞാൻ പോയി തിരിച്ചു വന്നിട്ട് കൃത്യമായിട്ട് തെളിയിച്ചു തരാം. പോരെ? നോക്ക്, ഇന്ന് രാത്രി ആകാശം ഭൂമിയൊക്കെ നമുക്ക് വേണ്ടി ഉറക്കം കളയട്ടെ. വല്ലാത്ത സാഹിത്യാണല്ലോ. സാഹിത്യമൊക്കെ വന്നു പോവും. മനസ്സിന് സന്തോഷം അധികമായല്ലേ, അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോവും. ഞാൻ പെട്ടെന്ന് വരാം. ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ട് നീണ്ട കാലം ജയിലിൽ കിടന്നത് അനിയൻ സാറ്. തിരിച്ചു വന്നപ്പോ ഒരു സ്വസ്ഥമായ ജീവിതമായിരിക്കും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഇപ്പതേ വീണ്ടും ശത്രുക്കളായി. എന്നെ രക്ഷിക്കാൻ സാറ് ശ്രമിച്ചതുകൊണ്ടാ സാറിന് ശത്രുക്കൾ ഉണ്ടായതും ദേ ഇപ്പൊ ഈ അപകടം പറ്റിയതും ഒക്കെ. ആളുകളെയൊക്കെ അനിയൻ സാറിന് കൃത്യമായിട്ട് അറിയാലോ. ആ, അതൊക്കെ അറിയാമേ. അതുകൊണ്ട് എനിക്ക് പേടി കൂടുതൽ. പോലീസുകാരെ വിളിക്കണ്ട, പോലീസുകാർ ഇടപെടണ്ടെന്നൊക്കെ പറഞ്ഞാ അനിയൻ സാർ എന്തോ മനസ്സിൽ വെച്ചോണ്ടാ. ഇനി അത് തീർക്കാൻ അനിയൻ സാർ ഇറങ്ങി പുറപ്പെട്ടാ നമ്മുടെ ഒരു ഗതികേട് നോക്കി. പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങിയാ ഇവിടം വരെ എത്തിയത്. ഇവിടെ ഒരു സഹായത്തിന് ആ വലിയ മനുഷ്യനെയും കിട്ടി, സഹായങ്ങളും ചെയ്തു. ഒരു ജീവിത മാർഗവും കാണിച്ചു തന്നു. അപ്പോഴേക്കും ഇറങ്ങി വെല്ലുവിളിക്കുന്നവര് ശത്രുക്കളും. ഇതിന്റെ പേരില് അനിയ സാറിന് ഒന്നും സംഭവിക്കരുതമ്മേ. പിന്നെ ഇതിന്റെ കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും പുറത്തെടുക്കാൻ പറ്റില്ല. ഒരു ചോദ്യം പറച്ചിലും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നയാളാ അനിയ സാറ്. അനിയ സാർ എനിക്ക് തരുന്ന സ്ഥാനം, പരിഗണന, അതിനൊന്നും കണക്കില്ല. എന്റെ ആരാ മനുഷ്യൻ? ആരുമല്ല. പക്ഷെ അനിയ സാറിന്റെ പേര് പറയുമ്പോഴൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ്, ആത്മാവ് കൊണ്ട് ഒരടുപ്പുണ്ടെന്നൊക്കെ എനിക്കൊരു തോന്നലാ. അത് നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് തോന്നുന്നത്. രാവിലെ അനിയൻ സാറിനെ കാണാൻ പോണം കേട്ടോ. അത് ഞാൻ എപ്പോഴേ തീരുമാനിച്ചമ്മേ. അനിയൻ സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഇരുന്നു. അങ്ങനെ പരിചരിച്ചിട്ടെങ്കിലും ആ കടം വീട്ടണം നമുക്ക്. അങ്ങോട്ട് ചെല്ല്. ലോട്ടറി കട ഇട്ട് തന്നതിന് പകരമാണ് അടുത്ത് വന്ന് ഇരിക്കുന്നതെന്ന് പറഞ്ഞാ മതി. ബാക്കിയല്ല അനിയൻ സാറ് നോക്കിക്കോളും. ഇത്ര വിവരമില്ലാതെ ആയിപ്പോയല്ലോ അമ്മേ. അതെ, നിന്നോട് അടുത്ത് ചെന്നിട്ട് കണക്ക് പറയാനല്ല പറഞ്ഞത്. അച്ഛന്റെ സ്ഥാനം അച്ഛന്റെ സ്ഥാനമെന്ന് നീ തന്നെയല്ലേ പറയുന്നത്. അച്ഛനെ ഒന്ന് ചെന്ന് നോക്ക്. ഞാൻ നോക്കിക്കോളാം. എന്താ മോളെ ഇത്? ഞാൻ കഴിച്ചെന്നേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ഞാൻ ഗുളിക കഴിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയക്കാം. അപ്പൊ ഓക്കെ ആവോ? എന്നാ ശരി മോളെ. ചേച്ചി ഗുളിക കൊണ്ട് വന്നോ? ആരെ വിളിച്ചെന്നറിയോ? കൃഷ്ണ. ഭക്ഷണം കഴിച്ചോന്നും ഗുളിക കഴിച്ചോന്നൊക്കെ ചോദിക്കുക. ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു. ചേട്ടനും മോനും കൂടി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുക. ചേച്ചി എന്ത് പണി കാണിക്കുന്നേ? ഇതിപ്പോ അവരോട് പറയേണ്ട കാര്യം എന്താ? പിന്നല്ലാതെ
നിന്റെ കാര്യത്തിൽ എനിക്കൊരു ധൈര്യം വേണ്ടേ? എപ്പോഴും പ്രശ്നങ്ങളാ. ഇതിപ്പോ സ്വന്തം നാട്ടിൽ തന്നെ നിനക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചാല്? ചേച്ചി ചേച്ചി ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കണ്ട. ഇപ്പൊ നോക്ക്, ദൈവം അയച്ചതുപോലല്ലേ കൃഷ്ണമോളും മോളിക്കുട്ടി ആ സമയത്ത് വന്നത്. അവരല്ലേ എന്റെ ജീവിതം രക്ഷിച്ചത്. അതിന്റെ അർത്ഥം എന്തുവാ? ശ്രീനിവാസന് ഇനിയും ജീവിക്കണമെന്നും ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നും അല്ലേ? ചേച്ചിക്ക് കൃഷ്ണനെ കുറിച്ച് എന്താ തോന്നുന്നത്? പ്രത്യേകിച്ച് എന്ത് തോന്നാൻ? നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് അടുത്തറിഞ്ഞാലേ ഒരുപാട് പ്രത്യേകതയുള്ള കുട്ടിയെ ചേച്ചി. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മരുന്ന് കഴിക്കുന്ന കാര്യം പറഞ്ഞോണ്ട് എന്നെ അങ്ങ് ശാസിക്കുക. വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യുമോ? അടുപ്പം തോന്നിയ പിന്നെ ഒരു അകലുമില്ല ആ കുട്ടിക്ക്. ഇപ്പൊ മുഴുവൻ നേരം നീ കൃഷ്ണയുടെ കാര്യം തന്നെയാ പറയുന്നത് കേട്ടോ. എന്റെ മകളെ തേടുന്നതിന്റെ കാര്യവും കൃഷ്ണയോട് തന്നെയാ ഇപ്പൊ കൂടുതലും സംസാരിക്കുന്നേ. എന്തായാലും കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് കൃഷ്ണ കൂടെ കൂടെ ഇപ്പൊ പറയും. വരട്ടെ, മോളെ കണ്ടെത്തി കഴിഞ്ഞാൽ കൃഷ്ണ ഉൾപ്പെടെ എനിക്ക് 2 മക്കളാ. എന്തൊക്കെയാ നീ പറയുന്നേ? 2 മക്കളെന്ന് നീ അങ്ങ് വെറുതെ പറഞ്ഞാ മതിയോ? നിന്റെ മകളെന്നും പറഞ്ഞ നീ കണ്ടെത്തുന്നവൾ അത് സമ്മതിച്ചു തന്നില്ലെങ്കിലോ? എന്റെ മോളെ കുറിച്ച് എനിക്ക് ചില പ്രതീക്ഷകളൊക്കെ കാണില്ലേ ചേച്ചി. അവൾ എന്നെ പോലെ തന്നെ ചിന്തിക്കുന്നവളായിരിക്കും. കൃഷ്ണ അവൾക്ക് ഒരുപാട് ഇഷ്ടവും. മതി മതി, ചെന്ന് കിടക്കാൻ നോക്ക്. ആ മുറിവും വെച്ച് ഉറക്കം ഇളക്കാൻ നിക്കണ്ട. ഉറക്കം ഉളയ്ക്കാനൊന്നും പറ്റില്ല. കൃത്യമായിട്ട് കൃഷ്ണയുടെ വിളി വരും, ഉറങ്ങിയൊന്നും ചോദിച്ചോണ്ട്. ചോദിക്കാനും പറയാനും മോളുടെ സ്ഥാനത്ത് ഒരാളുള്ളത് ജീവിതത്തിലൊരു രസമല്ലേ ചേച്ചി? എന്നാ പിന്നെ ചേച്ചി പോയി കിടന്നോ. ഹലോ, എവിടെ എത്തി? ദാ ഇപ്പൊ എത്തും. മാണിക്കുഞ്ഞും ഞാൻ പറഞ്ഞ ആളും വെയിറ്റിംഗാ. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ നമ്മുടെ ബെഡ്റൂമിൽ തന്നെ ഉണ്ട്. അവിടെ എന്തെടുക്കുക? ഞാൻ മുറിയൊക്കെ നന്നായിട്ട് പരിചയപ്പെട്ട് വെക്കാം. ഇനി മുതല് ഇവിടെയാണല്ലോ. അതെ, വന്ന കാര്യത്തിന് നിൽക്കാതെ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരേണ്ടി വരുമോ? അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. ആ പിന്നെ ആ മാണിക്കുഞ്ഞിനോട് പറഞ്ഞേക്കണം, രാത്രി വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ നിൽക്കണ്ടെന്ന്. ഫോണേ ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കും. അതെന്തിനാ? ഇന്ന് രാത്രി നമുക്കിടയിൽ ഒരു ഫോണിന്റെ ശബ്ദം പോലും ഉണ്ടാവാൻ പാടില്ല.